ഈജിപ്തിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിച്ച 30-കാരനായ സെയ്ദ് മൻസൂർ റിസ്ക് അബ്ദുൾ റസാഖിന്റെ വിചാരണ കെയ്റോയിൽ ആരംഭിച്ചു. ഭീകരവാദം ആരോപിച്ചാണ് ഇദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നത്. ദേശീയ ഐക്യത്തിനും സാമൂഹിക സമാധാനത്തിനും ദോഷകരമായ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചു, ഇസ്ലാം മതത്തെ അവഹേളിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ മതം മാറിയതിനും ഔദ്യോഗിക രേഖകളിൽ മതം മാറ്റം രേഖപ്പെടുത്തുവാൻ ശ്രമിച്ചതിലുമുള്ള പ്രതികാര നടപടിയാണിതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. 2016 ക്രിസ്തുമതം സ്വീകരിച്ച ഇദ്ദേഹം പിന്നീട് റഷ്യയിലേക്ക് പലായനം ചെയ്തിരുന്നു. എന്നാൽ 2024 ഒക്ടോബറിൽ ഇദ്ദേഹത്തെ ഈജിപ്തിലേക്ക് നാടുകടത്തി. 2025 ജൂലൈയിൽ കെയ്റോയിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം അറസ്റ്റിലായത്. ജയിലിൽ വെച്ച് അബ്ദുൾ റസാഖിന് കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായും റിപ്പോർട്ടിലുണ്ട്. കെയ്റോയിലെ റമദാൻ ജയിലിൽ വെച്ച് കുരിശാകൃതിയിൽ തൂക്കിയിട്ട് ക്രൂരമായി ഇദ്ദേഹത്തെ പീഡിപ്പിച്ചതായും ആരോപണമുണ്ട്. കൃത്യമായ ചികിത്സാ സഹായം നിഷേധിക്കപ്പെട്ടും ദീർഘകാലമായി വിചാരണ കൂടാതെ തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുകയുമാണ് ഇദ്ദേഹം. കേസിൽ അടുത്ത വിചാരണ 2026 ജൂൺ 15 നടക്കും. വിവിധ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ അബ്ദുൾ റസാഖിന്റെ കേസിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്.